അങ്ങനെ കാര്യമായിട്ട് വ്യക്തികളുടെ പേര് പറയണ്ട. ഇല്ല, മനസ്സിൽ വിഷമമുണ്ടായ സംഭവം അമ്മയെന്ന് മാറ്റി നിർത്തിയ ഒരു 2.5 വർഷക്കാലം ഉണ്ടല്ലോ. തിലകൻ ചേട്ടൻ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തിയൊരു കാലഘട്ടം, വിനയൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു, പിള്ളേരൊക്കെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ട് ഞാനും താമസം അങ്ങോട്ട് മാറ്റി. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ എന്നാലും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു മെയിൻ ലൈനിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിനായിട്ടൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വിഷമമൊന്നും ഇല്ല. അമ്മയിൽ മെമ്പറാണ് ഞാൻ. പിന്നെ അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇൻഷുറൻസ് അത് വലിയ കാര്യം, കൈനീട്ടം ഇൻഷുറൻസ് വലിയ സംഭവം തന്നെയാണ്, നല്ല സംഭവം. പിന്നെ ഞാനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടി, ഞാനും ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എനിക്ക് ഇൻഷുറൻസ് കിട്ടി. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഇത് ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഇൻഷുറൻസ് കിട്ടിയത്. പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു കിഡ്നി എന്റെ കിഡ്നി ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഡോണർ എന്റെ ചർച്ചിലുള്ള ഒരാളാണ്, പയ്യനാ, ഫ്രീ ആയിട്ടാ, അതിന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പുണ്യം. അത് മാത്രമല്ല, അപ്പൊ അതിന് ശേഷമാണോ എന്തോ അങ്ങനെ കുറിച്ച് പറയുമ്പോൾ നല്ല മനുഷ്യനാണ്, നല്ല ഇളം മനസ്സാണ്, പക്ഷെ ഭക്തനാണ്. പള്ളി കാര്യങ്ങളിലും പ്രസംഗിക്കാനും ഒക്കെ പോകാറുണ്ടെന്നാണ്, സുവിശേഷ പ്രസംഗത്തിനൊക്കെ പോകാറുണ്ടോ? അതുണ്ട്. ഇപ്പൊ കോവിഡ് കാലമായിട്ട് പോകുന്നില്ല, അതിനുമ്പൊക്കെ ഞാൻ പോകുമായിരുന്നു. അത് നമ്മളൊരു ഫ്രീ സർവീസാണ്. നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാന്നുള്ളത്. ഞാൻ ദുബായിലും അബുദാബിയിലും പിന്നെ ഖത്തറിലും ഒക്കെ പോകുമായിരുന്നു. എല്ലാ സ്ഥലങ്ങളും സമയം കിട്ടുമ്പോൾ പോകുമായിരുന്നു. ഇപ്പോഴും പോകുന്നില്ല? ഇപ്പം പോകുന്നില്ല, ഇപ്പൊ ഈ കോവിഡ് കാരണം പോകുന്നില്ല. എപ്പോഴും ഒരു വെർസറ്റൈൽ ആക്ടർ ആയിരിക്കും വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നത്. വില്ലൻ വേഷങ്ങൾ ഈസി ആയിട്ട് അവർക്ക് കോമഡിയും ചെയ്യാൻ പറ്റുന്നു തെളിയിച്ചിട്ടാണ്. ഹിന്ദിയിലെ പ്രാണായാലും തമിഴിലെ അശോകനായാലും എം നമ്പ്യാരൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഹലോ എന്നുള്ള പടം ഞാൻ കണ്ടു. പിന്നെ അതുപോലെ മറ്റേ ദിലീപിന്റെ പടം ഉണ്ടല്ലോ, മായാമോൻ. ഇത് രണ്ടിലും നല്ല കോമഡി വേഷങ്ങൾ ചെയ്തില്ലേ? അപ്പൊ അത് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ആക്ച്വലി മായാമോഹനിക്കകത്ത് തന്നെ ഓപ്റ്റ് ചെയ്തത് ജോസ് തോമസാണ് ഡയറക്ടർ. അപ്പൊ എനിക്ക് ആ വേഷം ചെയ്യാമെന്നുള്ള പുള്ളിക്ക് അറിയായിരുന്നു. ഹലോയ്ക്കകത്തും നല്ല വേഷമാണ്. ഞങ്ങൾ 3 വില്ലന്മാരുണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ അതൊക്കെ ശരിക്കും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത പടങ്ങളാണ്. കോമഡി നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വകഭേദമൊന്നുമില്ല, ഇത് വേണമെങ്കിൽ എല്ലാം ചെയ്യാം. നമ്മൾ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ആയിപ്പോ ഇപ്പം വില്ലൻ വേഷം ചെയ്തു, അത് അങ്ങനെ ഞങ്ങൾ കുറച്ചാളങ്ങ് പോയിരിക്കും. അപ്പോൾ വേറൊരു മാറ്റി ഒരു വേഷം കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത് അത് നന്നായി ചെയ്താൽ തീർച്ചയായിട്ടും വീണ്ടും ആ വേഷങ്ങൾ തന്നെ നമ്മളെ തേടി വരും. തീർച്ചയായിട്ടും. അതിനുശേഷം അങ്ങനെയുള്ള വേഷങ്ങൾ പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇപ്പം വന്ന ചില ക്യാരക്ടർ റോളുകളും പിന്നെ വില്ലൻ വേഷങ്ങളും അങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ എപ്പോഴും വരുന്നത്. കോമഡി റോൾ ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്ന് പടം ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നില്ല? ഇതുവരെ തോന്നിയിട്ടില്ല, ഡയറക്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. റിസ്ക് എടുക്കാനുള്ളൊരു മനസ്സില്ല എനിക്ക്. എന്തായാലും ഇപ്പം ശരിക്കും പറയാം, നമ്മളൊക്കെ പ്രായമാകുമ്പോൾ ഒരു എന്താ പറയുക, സിനിമയെ സംബന്ധിച്ചോളം, സിനിമാ നടനെ സംബന്ധിച്ചോളം റിട്ടയർഡ് ലൈഫില്ല. അയാൾ 100 വയസ്സായാലും മരിക്കുമ്പോൾ മുഖത്ത് മേക്കപ്പ് ഉണ്ടായിരുന്ന അയാളുടെ ഭാഗ്യം. ഇനി സർക്കാർ ഉദ്യോഗന്മാർ 55-60 വയസ്സ്, നമുക്ക് ഏജില്ല, പല്ല് കഴിഞ്ഞ് അങ്ങനെയുള്ള വേഷം ചെയ്യും. റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു ഭാഗ്യം ചെയ്ത തൊഴിലാണ് ഇത്.